മണിക്കൂർ വേണം, നീ ചാവണം, അതുവരെ ചെയ്തു തരണം. ഓക്കെ, 5 മണിക്കൂർ ചെയ്തു തരും. ഓക്കെ ഓക്കെ ഡൺ. കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എനിക്ക്. ഓക്കെ, ഇടയ്ക്കൊക്കെ സൗണ്ട് കേൾപ്പിക്കണം, എന്നാലും എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ശ്രീയേട്ട അവൻ ചെയ്യട്ടെ. ശ്രീയേട്ട ചിരിക്കണേ. കിളവന്റെ ഒരു പൂതി, കിളവന്റെ ഒരു ആഗ്രഹം. കിളവന് വിജയനെ വത്സനടിക്കണം പോലും. ഷോ ഇത്ര ദാരിദ്ര്യാണ് അവന്. ശ്രീയേട്ട അവനക്ക് വേണമെന്ന് കൊടുക്കട്ടെ. ശ്രീയേട്ട ഞാൻ ആ ഇത്തായ അവിടെ വെച്ച് കിടക്കട്ടെ. ശ്രീയേട്ട ഞാൻ അവർക്ക് ഒരു 5 മണിക്കൂർ വത്സനടിക്കാൻ കൊടുക്കട്ടെ. ശ്രീയേട്ട ഓക്കെ. വായ മുത്തേ, ബുദ്ധിമുട്ടുണ്ടോ? ശ്രീയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ശ്രീയേട്ടനേക്കാളും നന്നായി ചെയ്തു തരും. ഷോ ഇന്ന് നോക്കണല്ലേ ശ്രീയേട്ടാ. എന്റെ ദൈവമേ, നാളെ ഇതൊക്കെ ട്രോൾ ചെയ്തിട്ട് എല്ലാ കസ്റ്റമേഴ്സ് എന്റെ പിന്നാലെ വരത്തിട്ടാ. മയില് ചേച്ചിയെ, ഇത് ഏതെങ്കിലും മരം എടുത്ത് ടിക്ടോക്കില് യൂട്യൂബിലൊന്ന് പോസ്റ്റല്ലേട്ടാ. എനിക്ക് വയ്യ അടിഞ്ഞ ആണുങ്ങൾ മൊത്തം മത്സരടിക്കാൻ വേണ്ടി ക്യൂ വന്ന് നിൽക്കും. ഹലോ, ഇതൊന്ന് റെക്കോർഡ് എടുത്ത് പോസ്റ്റല്ലേട്ടാ. വെള്ളപ്പത്തിന്റെ DP വെല്ലുപ്പില്ലേ? ഏയ് കാരണം വയസ്സായവർക്കാണ് ഇതിനോട് ഏറ്റവും കൂടുതൽ പൂതി. അതറിയില്ല മൈന? അതായത് ഈ 60-55 വയസ്സുള്ള ആണുങ്ങൾക്കാണ് വത്സനടിക്കാൻ ഇഷ്ടം. അതറിയില്ലേ? ഇത് കുറിച്ച് നാളെ മെൻസസ് ആവോ? അതെ പറ്റു ബാക്കി. അതെന്താ അങ്ങനെ? ചെറിയ ആമ്പിള്ളേർക്ക് ഇഷ്ടമല്ല, അപ്പൂപ്പന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് അപ്പൂപ്പന്മാർക്ക് തിന്നാനും അറിയില്ല. മൂക്ക് അതിനുള്ളിൽ പെട്ടുപോകത്തില്ലേ? സത്യം, അപ്പൂപ്പന്മാർക്ക് അത് ആക്രാന്തോ. എനിക്കു തിന്നാൻ അറിയാം ആണോ? എന്നാ ഞങ്ങള് കേക്കട്ടെ. ഇവിടെ നാട് ഉളുക്കി ചാവും. അവന് നമ്മൾ തലവണൊക്കെ വെച്ചിട്ട് പൊക്കി കൊടുക്കണം, ഇടക്കിടക്ക് റെസ്റ്റ് കൊടുക്കണം. ഞാൻ നിർത്തിക്കൂല കേട്ടോ, എനിക്ക് നിർത്തിക്കാൻ പാടില്ല. ഞാൻ ചേട്ടനോട് നന്നായിട്ട് സൂചിപ്പിക്കും, നിന്നെയും ഇനി തില്ല, അപ്പൂപ്പനെ തേടി പോകട്ടെ. അപ്പൂപ്പന്മാര് വത്സരക്ക് നല്ല അടിപൊളി, അതറിയില്ല? അതില്ല, 30 വയസ്സിന് മേലോട്ടുള്ള ചെറുക്കന്മാരും പൊളിയാണ്. അതെന്താ ചിലവര് നമ്മുടെ നാക്കിന് തുമ്പൂണ്ട് ചെയ്യണം. ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുമ്പം എങ്ങനെ തിന്നുക? ശോഭ ചേച്ചി, എടാ അപ്പൂപ്പോ നിന്നോട് എങ്ങനെയാണ് നെയ്യപ്പം തിന്നുകയെന്ന്. വായിൽ വെച്ചിട്ടാണോ, മോളിൽ കയറ്റി ഇരുത്തിയിട്ടാണോ, കസേരയിൽ ഇരുത്തിയിട്ടാണോ, അതോ തലയണ വെച്ചിട്ടാണോ, അതോ കുനിച്ച് നിർത്തിയിട്ടാണോ? കുനിച്ച് നിർത്തിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് അടിപൊളിയാണ് ശോഭ ചേച്ചി. അയാള് പറയട്ടെ കറക്റ്റ്. അപ്പൂപ്പൻ പോയിടോ. അപ്പൂപ്പൻ പറയണം, പല്ലില്ലാത്തവർ ആണെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും, മുഖത്ത് വെച്ച് തിന്നണം. അത് പൊളിക്കും. കുറച്ചിങ്ങനെ എഴുന്നേറ്റ് പൊക്കിച്ചു കൊടുക്കണം, അപ്പോഴതിന് സുഖം. ചെയ്യുമ്പോൾ എല്ലാം മോഡൽ വേണം നല്ല പോലെ. അങ്ങനെയല്ലല്ലോ, പല മോഡലും ഉണ്ട് ചേട്ടാ, അതൊക്കെ ഞങ്ങക്ക് കേൾക്കണം. അതേപോലെ ആണുങ്ങളുടെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവരെ ഫേസിൽ നോക്കി ചെയ്യണം. ചെയ്തിട്ടുണ്ടോ മെറീസ അലമൈനു? നമ്മൾ ആണുങ്ങളുടെ വീണ വായിക്കത്തില്ലേ, മുട്ടമണി ചെയ്യത്തില്ലേ? ഈ മുട്ടമണി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുമ്പം അവന്റെ മുഖത്ത് നോക്കി ചെയ്യണം. അതായത് അവൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. അതായത് ചേച്ചി കേക്ക്, ഒരാണിങ്ങനെ കിടക്കാണ്, സൈഡിൽ നിന്നിട്ട് ചെയ്യരുത്, അപ്പൊ അവർക്ക് സുഖം കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്മാർ നേരെ കിടക്കുകയാണെങ്കിൽ ഞാൻ 2 കാലങ്ങ് വിടർത്തി വെച്ചിട്ട് നമ്മൾ നടുക്കിയിരിക്കണം. നമ്മൾ നടുക്കിരിക്കേ കിടക്കേ ചെയ്തിട്ടുണ്ടല്ലോ, അവരിങ്ങനെ കിടക്കുമ്പോൾ അവരെ മുഖത്തേക്ക് നോക്കണം. ഓഫ്, അയ്യോ ശോഭ ചേച്ചി,
അവനക്കത് പറയും. പല്ലു ഊരിപ്പോയി അവിടെ കുടുങ്ങിപ്പോവും, എനിക്ക് നാണം വരും. അതെന്തിന്റെ മുഖത്ത് നോക്കുമ്പോഴോ പൊളിക്കും. ആച്ചി മെറീസ, നമ്മൾ 2 കാലും ഈ ആണുങ്ങളുടെ ഇങ്ങനെ ഇതാക്കി. ബട്ടറു നല്ല കൃത്യസമയത്ത് തന്നെ എന്റെ കുട്ടി വന്നു. ഓ എന്റെ ബട്ടറു എല്ലാവരും എന്നിട്ട് എത്ര ദിവസമായില്ല ബട്ടറോ. ഇടുവാ ചേച്ചി ജമ്മു എന്നോട് പിണങ്ങി മോളെ, ഇങ്ങനെ വരും. ഞാൻ ഇങ്ങനെ അവനെയൊക്കെ ചെയ്യേണ്ടതല്ലേ ഞാൻ ചെയ്യുന്നത്. താങ്ക് യു. ജമ്മു ഒന്ന് വാടോ ഇങ്ങോട്ട്, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ മുത്തുക. ഏതായാലും നീ എല്ലാം കഴിക്കില്ല, നീ വായോ. നീ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, വാ. ജമ്മു ബട്ടറു ജമ്മു ഒന്ന് പച്ചക്ക് പറഞ്ഞു, നീ എനിക്കൊരു ജീവൻ തരില്ല കേട്ടോ പറഞ്ഞു. ഞാൻ വാഴ്ത്തുന്നതിൽ ഞാൻ ബിബി പറഞ്ഞില്ലേ, അതേപോലെ എന്നെ സംഭവിച്ചു പറഞ്ഞു. ഭയങ്കര ഫീലായി. ഞാൻ അതുകൊണ്ട് ആ ലൈവ് കട്ടാക്കി. പറഞ്ഞു അവന് പറ്റൂല, അവനൊരു ലൈഫ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാ ടോപ്പിക്ക് മാറിപ്പോന്നു, മൂടായി വരുന്നുണ്ട്. അയ്യോ ഞാൻ എന്റെ കൊച്ചിനോട് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചതല്ലേ, ഞാൻ എന്റെ പെണ്ണിനോട് സംസാരിക്കട്ടെ കുറച്ചു നേരം. കഥ അവളൂടെ കേൾക്കും. അശുഭ ചേച്ചി അങ്ങനെ ചെയ്യട്ടോ, സൂപ്പർ ആയിരിക്കും. പിന്നെ എങ്ങനെയാണെന്നറിയാമോ, പിന്നെ നമ്മൾ 69 ചെയ്യൂലേ, കഥ പറവേണോ അത് കേക്ക്. നമ്മൾ പിന്നെ 69 ചെയ്യൂലേ, അതും പൊളിക്കും. 69 നമ്മൾ വായ കഴിച്ചാൽ നമ്മൾ വായന്ന് വിടരുത്. നമ്മുടെ വായ വേദനിക്കണം, ഇവിടെ മരച്ചല്ലണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതുണ്ട് വര, ആ വരയും ഇങ്ങനെ മുട്ടിക്കണം. ഉഫ് വിജി എല്ലാവരും പൊന്തിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാരും പൊന്തിച്ച് വെച്ചിരിക്കുക. ആഹാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളിവിടെ ഒരു വരയുണ്ട്. ഷാബിത്ത നല്ല ടോപ്പിക് അല്ല കേട്ടോ, സ്ഥലം വിട്ടോട്ടാ, നാണം വരും ചേച്ചിക്ക് ഈത്തക്ക്. അത്രയും നീളം ഇല്ലല്ലോ, അത്രയും നീളം ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ എത്തിക്കണം, സ്ത്രീയായിട്ട് ഇവിടെ എത്തിക്കണം. അത് നമ്മുടെ മിടുക്ക്. നമ്മൾ ചുമ്മാ അത് വെച്ചിട്ട് കാര്യമില്ല. ഒരു പെണ്ണിന് ഒരു ആണിനെ സൂചിപ്പിക്കണമെങ്കിൽ അതിവിടം വരെ എത്തിക്കണം, മനസ്സിലായോ? അതിവിടം വരെ എത്തിക്കണം. ഇന്ന് കഥ കേട്ടു, ഇവിടെ ഇരുന്നു ഹസ്സു ഉറങ്ങി. ഇങ്ങനെ എല്ലാവരും പിണങ്ങിപ്പോ. രണ്ട് ദിവസമായിട്ട് സത്യം പറ, 2 ദിവസമായിട്ട് ഒന്നും നടക്കുന്നില്ല. മലപ്പുറം ചേട്ടൻ വേണ്ടെന്ന് വെച്ചതാ, ചേട്ടൻ മതിയായി, നാളെ ചെയ്യാന്ന് വെച്ചോട്ടോ. ഒന്നരാടം ചെയ്യണം. മൈനാക്കി എല്ലാ ദിവസവും നടക്കുമോ? മൈന എനിക്ക് നടക്കണം, ഞാനൊരു ബോയ് ഫ്രണ്ടിനെ വയ്ക്കണം.